صلى الإله على ابن عبد الله ذي خلق بنص الله كان عظيما فضلا غليظا لم يكن بل لينا الرؤوف താദാത്മ്യം പുലർത്തുന്നതായതുകൊണ്ട് തന്നെ മലയാളിക്ക് അത്രമേൽ അതിനെ എത്തിപ്പിടിക്കാൻ സാധ്യമായിട്ടില്ല, വിശിഷ്യ നമ്മുടെ സഹോദര മതസ്ഥരായ ആളുകൾക്കിടയിൽ. അതുകൊണ്ട് ഈ ചേതോഹരമായ സദസ്സ് ഒരു വിളംബരമാണ്. നാളെയിലേക്ക് ഉമർ ഖാദി തങ്ങൾ പകർന്നു നൽകിയ, പകുത്തു നൽകിയ ഈ സാഹിത്യ സാംസ്കാരിക പൈതൃകത്തെ എങ്ങനെയാണ് മലയാളി ഏറ്റുപിടിക്കേണ്ടത് എന്നതിൻ്റെ ലക്ഷണമൊത്ത ഒരു ദിശാസൂചികയായി ഈ സദസ്സ് മാറും എന്നൊരു ശുഭപ്രതീക്ഷ ഞാനിവിടെ നടത്തുകയാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, കലഹങ്ങളുടെ, കോലാഹലങ്ങളുടെ, കോളിളക്കങ്ങളുടെ, തർക്കവിതർക്കങ്ങളുടെ, അസമത്വങ്ങളുടെ, അസ്വസ്ഥതകളുടെ, മാനുഷികമായിട്ടുള്ള വ്യക്തിബന്ധങ്ങൾക്കിടയിൽ എന്തൊക്കെയോ കരിനിഴൽ വീണുപോയ സ്വരച്ചേർച്ചയില്ലായ്മയുടെ കാലുഷ്യത്തിൻ്റെ ലോകത്ത് കവിത ഒരു ആയുധമായി ഉപയോഗിച്ച കാട്ടറബിയുടെ ഒരു യുഗമുണ്ടായിരുന്നു. നമുക്കറിയാം, അവർക്കും കവിതയായിരുന്നു ആയുധം. ശരിക്കും കവിത എന്ന് പറയുന്നത് ഒരു മനുഷ്യൻ്റെ അന്തർലീനമായി കിടക്കുന്ന ഭാവനകളെ അത് കൊഴുപ്പോടെ, അത് പകിട്ടോടെ, അത് പൊടിപ്പോടെ, അത് തൊങ്ങലോടെ മനോഹരമായിട്ട് ചിത്രീകരിക്കാനുള്ള ഒരു മാധ്യമമാണല്ലോ കവിത എന്ന് പറയുന്നത്. അതുകൊണ്ട് ഏതൊരാളുടെ ഉള്ളിലും ഒരു കവിയില്ലെങ്കിലും, ഒരു കവയത്രിയില്ലെങ്കിലും, ഒരു കവിതയെ സ്വീകരിക്കാനുള്ള ഒരു വിശാലമായ ഭാവുകത്വത്തിൻ്റെ മനസ്സുണ്ട് എന്നുള്ളത് സന്ദേഹമില്ലാത്ത കാര്യമാണ്. അവിതർക്കിതമായിരിക്കുന്ന ഒരു പച്ച പരമാർത്ഥവുമാണ്. അപ്പം അതിൻ്റെ ഇടയിലാണ് ഉമർ ഖാദി തങ്ങളെ നമ്മൾ ആലോചിക്കേണ്ടത്. സുകുമാർ അഴീക്കോട് മാനവികതയെ പറ്റി പറയുന്നുണ്ട്. മാനവികത എന്ന് പറഞ്ഞാൽ സന്യാസത്തിൻ്റെയും തോന്നിയാസത്തിൻ്റെയും ഇടയിലുള്ള ഒരു ജീവിത വിന്യാസമാണ് എന്നാണ് ഡോക്ടർ സുകുമാർ അഴീക്കോട് പറയുന്നത്. അപ്പോൾ ഉമർ ഖാദി തങ്ങളെ പറ്റി നമ്മൾ ആലോചിച്ച് നോക്കിയാൽ ഒരു സന്യാശ്രേഷ്ഠൻ്റെ ഗരിമയോടുകൂടെ ഒരു വിലായത്തിൻ്റെ പദവിയിലേക്ക് ഉയർന്നു പോയപ്പോഴും ശരീഅത്ത് നഷ്ടപ്പെടാതെ മമ്പുറം ഖുതുബുസ്സമാൻ സയ്യിദ് അലവി തങ്ങളെ പോലെ ജനങ്ങളുമായിട്ട് ഇടപഴകി ജീവിക്കുന്ന ജീവിതത്തിൻ്റെ ഒരു സാരാംശം കൊണ്ടുവന്നിട്ടാണ് ആ മഹാനുഭാവൻ ജീവിതത്തെ ഇവിടെ അടയാളപ്പെടുത്തിയത്. അതുകൊണ്ട് ഈ നിലപാട് തറയിൽ നിന്ന് വേണം നമ്മൾ കൈരളിയുടെ മുമ്പിലേക്ക് സ്വല്ലലിലാഹുവിനെ പരിചയപ്പെടുത്താൻ. അപ്പൊ സ്വല്ലലിലാഹു എന്നുള്ളത് ഒരു പ്രയോഗമായി മാറിയല്ലോ. പക്ഷെ ആ ഒരു കവിതയുടെ പേര് അല്ല അത്. സ്വല്ലലിലാഹു ആ കവിതയുടെ തുടക്കമാണ്, പക്ഷെ അതൊരു പേരായി മാറുകയാണ്. അപ്പൊ ഇനി നമ്മൾ ആ കവിതയെ പരിചയപ്പെടുത്താൻ വേണ്ടി സ്വല്ലലിലാഹു എന്ന് പറഞ്ഞാലും ആ പറച്ചിൽ പോലും ഒരു സ്വലാത്താണ്. കാരണം സ്വല്ലലിലാഹു എന്ന് പറയുന്ന ആ വാക്കിന്റെ അർത്ഥം എന്താണ്? അള്ളാഹുവേ നീ ഗുണം ചെയ്യണേ, അല്ലെങ്കിൽ നാഥനായ റബ്ബ് തആല പരിശുദ്ധ നബിയുടെ മേൽ സദാ ഗുണം വർഷിക്കട്ടെ എന്നാണ്. അപ്പൊ ആ കിതാബിന്റെ പേര്, അല്ലെങ്കിൽ കവിതയുടെ പേര്, അല്ലെങ്കിൽ ഈ സെമിനാറിന്റെ പേര് പരാമർശിക്കുന്ന നേരത്ത് പോലും നമ്മൾ അറിയാതെ സ്വല്ലലിലാഹു എന്ന് പറയുമ്പോഴേക്ക് അതൊരു സലാത്തിനോളം വരുന്ന ഒരു പ്രയോഗമായി തീരുകയാണ് എന്നർത്ഥം. അപ്പം അതിൻ്റെ ഒരു മനോഹാരിതയാണ് അല്ലേ? ഉമർ ഖാദി തങ്ങൾ ആത്മീയമായിട്ടും സാഹിത്യമായിട്ടും ജനഹൃദയങ്ങളിൽ കൂടുകൂട്ടിയ ഒരു മഹാപ്രതിഭയായിരുന്നു എന്നുള്ളതാണ്. കാണുന്നിടത്തെല്ലാം എഴുതി വെക്കുക തൻ്റെ ഇംഗിതങ്ങൾക്ക്. ഒരു കാർപ്പൻ്റർ, ഒരാശാരി അദ്ദേഹത്തിൻ്റെ ആയുധമാകുന്ന ഹാമറും ഉളിയും കൊണ്ട് നടക്കും പോലെ ഉമർ ഖാദി തങ്ങൾ ഒരു പേനയുന്തുന്ന ശീലമുണ്ടായിരുന്ന ഒരു മനുഷ്യനായിരുന്നു. അതുകൊണ്ട് കലമുമായിട്ട് നടന്നു. കഴിയുന്ന സ്ഥലങ്ങളിലെല്ലാം തന്നെ അത് കോറിയിടാൻ. നമ്മൾ സാധാരണ പറയാറുണ്ട് അറബി ഭാഷയിൽ മൻ കതബ ഖറ വമൻ ഹഫിള ഫറ. ആരെങ്കിലും എഴുതി വെച്ചാൽ, രചിച്ചാൽ, രചിക്കപ്പെട്ടതിനാണല്ലോ വിരചിതം എന്ന് നമ്മൾ മലയാളത്തിൽ പറയാറുള്ളത്. ഏതെങ്കിലും നമ്മുടെ എഴുത്തുകൾ, നമ്മുടെ രചനാ വൈഭവം അത് ഏടുകളിൽ ഇടം പിടിച്ചാൽ, അഥവാ അത് വിരചിതമായി കഴിഞ്ഞാൽ ഖറ, അത് ഖറാറായി, അതവിടെ ചിരപ്രതിഷ്ഠ നേടി, അത് പെർമനൻ്റായി. ഒമൻ ഹഫിള, ആരെങ്കിലും മനഃപ്പാഠമാക്കണമെന്ന് തീരുമാനിച്ചാലോ ഫറ, അത് പെട്ടെന്ന് ഓടിപ്പോകുന്നതാണ്. അതിന് അൽഷിമേഴ്സിന്റെ കാര്യമൊന്നും വേണ്ട. അൽഷിമേഴ്സ് അല്ലെങ്കിൽ മറവി രോഗത്തിന്റെ മാറാലുകൾ മനുഷ്യന് ഒരു ആവരണം പോലെ വകഞ്ഞു മൂടണം എന്നൊന്നുമില്ല. പിന്നെ നമ്മൾ ഇന്ന് കണ്ടതിനെ നാളത്തേതിലേക്ക് കടക്കുമ്പോഴേക്ക് ഇന്ന് വായിച്ചത് മറന്നു പോവുകയാണ്.
പ്രത്യേകിച്ച് ഇന്നത്തെ ഒരു സ്പീഡ് ട്രാക്കിലാണ് നമ്മൾ ജീവിതം കൊണ്ടുപോകുന്നത്. ഇപ്പം അടുത്ത് ഞാൻ നമ്മുടെ ദിവ്യ എസ് അയ്യർ എന്ന് പറയുന്ന ഇപ്പോൾ വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ MD-യുടെ ഒരു പ്രഭാഷണം കേൾക്കാനിടയുണ്ടായി. അവർ പത്തനംതിട്ടയുടെ മുൻ കലക്ടറായിരുന്നു. വളരെ ചിരപരിചിതയായ കേരളത്തിൻ്റെ നല്ല വായനാശീലമുള്ള തനിമ മലയാളം ഭാഷയുടെ തന്മയത്വം ചോരാതെ ജനങ്ങളോട് സംസാരിക്കുന്ന ഒരു കലക്ടർ കൂടിയാണ് കലക്ടർ ദിവ്യ എസ് അയ്യർ. അവരുടെ ഏകോപനം എന്ന് പറഞ്ഞിട്ട് ഒരു സംസാരം, അതിനകത്ത് പുതിയ തലമുറക്ക് വന്നു ഭവിച്ചുപോയ ഏകോപനത്തിൻ്റെ അഭാവത്തെ വളരെ ആഴത്തിൽ അവർ സ്പർശിക്കുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ ഒരു വാട്സപ്പിലൂടെ എന്തോ ഒരു സ്റ്റോറി അല്ലെങ്കിൽ ഒരു വോയിസ് കേട്ടുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ ഉമ്മ വിളിക്കുന്നു, അപ്പോൾ ഉമ്മാക്ക് മറുപടി കൊടുക്കുന്നു. അങ്ങനെ ഉമ്മാനോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ വീണ്ടും സോഷ്യൽ മീഡിയയിലേക്ക് തിരിച്ചു വരുന്നു. അപ്പോൾ ഫേസ്ബുക്ക് തുറക്കുന്നു, ഫേസ്ബുക്കിലെ കുറേ ചാറ്റുകളുടെ പുറകെ പോകുന്നു. അത് കഴിയുമ്പോഴേക്ക് അടുത്ത ഒരു പ്ലാറ്റ്ഫോം അവന് കിട്ടുന്നു. അത് ഇൻസ്റ്റയിൽ ഒരു സ്റ്റോറി വായിക്കലാണ്. അത് കഴിഞ്ഞാൽ ഒരു യൂട്യൂബ് കണ്ടന്റ് കിട്ടുന്നു. ആ യൂട്യൂബ് കണ്ടന്റിന്റെ താഴെയുള്ള കമന്റുകൾ വായിക്കുന്നു. അത് കഴിയുമ്പോൾ മറ്റാരുടെ ഒരു വിളി വരുന്നു. അങ്ങനെ ഒന്നിൽ നിന്ന് മറ്റൊന്നിലേക്ക് മറുകണ്ഠം ചാടുന്ന മനഃചാഞ്ചല്യത്തിന്റെ ചഞ്ചലത സംഭവിക്കുന്ന മാനസികാവസ്ഥയിലാണ് ഇന്ന് ലോക ജനത, വിശിഷ്യ മലയാളിയൊക്കെ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഒരു കാര്യത്തിലും നമുക്ക് ഏകോപനം ഇല്ല എന്നാണ് ആ പ്രസംഗത്തിലൂടെ കേൾക്കാനും മനസ്സിലാക്കാനും സാധ്യമായത്. അതൊരർത്ഥത്തോളം വളരെ കൃത്യമാണ്. കാരണം ഇന്നത്തെ കാലത്ത് നമ്മളൊക്കെ മറ്റൊരാളായി മാറിക്കൊണ്ടിരിക്കുകയാണ്, അല്ലേ? മനുഷ്യന് കവിതയെ മനസ്സിലാക്കാൻ, സാഹിത്യത്തെ മനസ്സിലാക്കാൻ, വായന തിരിച്ചറിയാൻ, അതിൻ്റെ പ്രാധാന്യത്തെ മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താനൊന്നുള്ള സമയവും സാവകാശവും ഇല്ല. ഇനി സമയം കിട്ടിയാൽ തന്നെ അതിനുള്ള സന്മനസ്സും ഇല്ലല്ലോ. ഇന്നത്തെ തലമുറയുടെ അവസ്ഥ എന്താ? എറണാകുളം മഹാരാജാസ് കോളേജിൽ നിന്ന് ഡിഗ്രിയും PG-യും കഴിഞ്ഞ് അന്നത്തെ ക്ലാസ് കഴിഞ്ഞിട്ട് ബാഗും പുസ്തകക്കെട്ടുകളുമായിട്ട് തിരിച്ചിറങ്ങുന്ന കുട്ടികളോട് ഇന്ത്യ രാജ്യത്തിൻ്റെ ഈ അടുത്ത് നമ്മളിൽ നിന്ന് ദിവംഗതനായ സാമ്പത്തിക വിദഗ്ധനും ഇന്ത്യ രാജ്യത്തെ UPA ഗവൺമെന്റിന്റെ 2 ടേമിൽ ഭരണം നടത്തിയിട്ട് ലോകരാജ്യങ്ങൾ മുഴുവൻ സാമ്പത്തിക അരക്ഷിതാവസ്ഥയിലേക്ക് കൂപ്പുകുത്തിപ്പോയപ്പോൾ 130 കോടിയോളം വരുന്ന ജനസംഖ്യയുള്ള ഒരു രാജ്യത്തെയും ആ രാജ്യത്തിലെ ജനങ്ങളെയും സാമ്പത്തിക പരാധീനതയിലേക്ക് വീണുപോകാതെ സംരക്ഷിച്ച് നിർത്തിയ മസ്തിഷ്കത്തിന്റെ ഉടമ ഡോക്ടർ മൻമോഹൻ സിംഗിന്റെ ഫ്രെയിം ചെയ്ത ഒരു ഫോട്ടോ മഹാരാജാസിലെ PG വിദ്യാർത്ഥികളുടെ മുമ്പിലൂടെ അല്ലെങ്കിൽ ഡിഗ്രി കുട്ടികളുടെ മുമ്പിലൂടെ ഒരു മാധ്യമ പ്രവർത്തകൻ വെറുതെ ഒന്ന് കാണിച്ചു കൊടുത്തപ്പോൾ അതിൽ മിക്ക കുട്ടികൾക്കും അദ്ദേഹത്തിന്റെ പേര് പരാമർശിക്കാൻ സാധ്യമായില്ല എന്നുള്ളത് എത്രമാത്രം ആശ്ചര്യമുള്ള ഒരു കാര്യമാണ്. എന്ന് പറഞ്ഞാൽ വർത്തമാന കാര്യങ്ങളെ പറ്റിയോ വായനാശീലങ്ങളെ പറ്റിയോ ഒക്കെയുള്ള പ്രബുദ്ധത അഭിനവ മലയാളിയുടെ മസ്തകങ്ങളിൽ നിന്ന് ആട്ടി ഇറക്കപ്പെട്ടിരിക്കുകയാണ്. അതിന് പകരം അവരുടെ മസ്തിഷ്കങ്ങളിലേക്ക് ചേക്കേറിയിരിക്കുന്നത് LSD ആണ്, MDMA ആണ്, ഹെറോയിനാണ്, കൊക്കൈനാണ്, ഹാഷിഷാണ്, കറുപ്പാണ്, ചെരസാണ്, ഇങ്ങനെയുള്ള സെമി സിന്തറ്റിക് ആൻഡ് സിന്തറ്റിക് മെഡിസിനുകളാണ്. അതിൻ്റെ അലയൊലികളല്ലേ ഇപ്പം ഈ 1-2 ദിവസങ്ങളിലൊക്കെ മലയാളിക്ക് കാണാനും കേൾക്കാനും അനുഭവിക്കാനും ഒക്കെ സാധ്യമായത്. അതിൻ്റെ ഞെട്ടലിൽ നിന്ന് ഞാനോ നിങ്ങളോ ഒരിക്കലും മുക്തരായിട്ടില്ല എന്നർത്ഥം. നോക്കൂ, നിങ്ങൾ മിനിയാന്ന് മുതൽ ഇങ്ങോട്ട് ഭാരതം സഞ്ചരിച്ചൊരു രീതി അല്ലെങ്കിൽ കേരളം സഞ്ചരിച്ചൊരു രീതി നോക്കൂ. നിങ്ങൾ മിനിയാന്നാണ് അല്ലെങ്കിൽ അതിൻ്റെ തലേ ദിവസമാണ് ഇന്ത്യ രാജ്യത്തെ അതീവ സുരക്ഷയുള്ള മുംബൈയുടെ ബാന്ദ്രയിൽ വെറും VIP-കൾ മാത്രം താമസിക്കുന്ന വളരെ ഹൈഫൈ പോർഷെ ഏരിയയിൽ പട്ടൗടി കുടുംബത്തിലെ ശതകോടീശ്വരനായ അവരുടെ ഇന്നത്തെ ഏറ്റവും വലിയ കോടീശ്വര തമ്പുരാനായിരിക്കുന്ന സൈഫ് അലി ഖാൻ എന്ന് പറയുന്ന മുംബൈയിലെ ബോളിവുഡിന്റെ താരരാജാവായിരിക്കുന്ന ഒരു സെലിബ്രിറ്റി തൻ്റെ 13 നിലകളുള്ള ഒരു വലിയ ഫ്ലാറ്റ് സമുച്ചയത്തിന്റെ 11ാമത്തെ നിലയിൽ താമസിക്കുന്നു. അതിന്റെ പുറത്ത് നിന്ന് അകത്തേക്ക് രാത്രി സെക്യൂരിറ്റി നിൽക്കുന്ന പാറാവുകാരന് തന്നെ എന്തെങ്കിലും ഒരു ആവശ്യത്തിന് കയറണമെങ്കിൽ അദ്ദേഹത്തിന്റെ ഫിംഗർ പ്രിന്റ്, അദ്ദേഹത്തിന്റെ തമ്പ് അവിടെ പ്രസ് ചെയ്യണം. അത് പ്രസ് ചെയ്യുമ്പോൾ സൈഫ് അലി ഖാന്റെ പ്രൈവറ്റ് റൂമിൽ അലാറം മുഴങ്ങും. അത്രമേൽ അതീവ സുരക്ഷയുള്ള അല്ലെങ്കിൽ സുരക്ഷയില്ലായ്മകളുടെ സകല പഴുതുകളെയും അടച്ചു എന്ന് ഉറപ്പുവരുത്താൻ പറ്റുന്ന ഒരു സെലിബ്രിറ്റിയുടെ റൂമിൽ രാത്രി 2:30 മണിക്ക് അസമയത്ത്, അതും അദ്ദേഹത്തിന്റെ കുഞ്ഞുമോൻ കിടന്നുറങ്ങുന്ന റൂമിനകത്താണ് കത്തിയുമായിട്ട് ഒരു തസ്കര വീരനെ, ഒരു മോഷ്ടാവിനെ പിടികൂടാനും കണ്ടെത്താനും ഒക്കെ സാധ്യമായത്. മാരകമാംവിധം അദ്ദേഹത്തെ ആ മോഷ്ടാവ് കുത്തി പരിക്കേൽപ്പിക്കുകയും ചെയ്തു. അവിടെ നിന്ന് ഇങ്ങോട്ട് പിന്നെ നമ്മൾ കണ്ടത് കേരളത്തില് ATM-ൽ പണം നിറക്കാൻ വേണ്ടി കടന്നു വന്ന 2 ജീവനക്കാരെ തോക്ക് ചൂണ്ടി ആ തോക്ക് കൊണ്ട് തന്നെ കൊലപ്പെടുത്തിയിട്ട്
അവരുടെ കയ്യിൽ നിന്നും ATM മെഷീനിൽ നിന്നുമായിട്ട് 93 ലക്ഷം രൂപ അപഹരിച്ച് കടന്നുപോയ തസ്കരന്മാരുടെ മറ്റൊരു വൃത്താന്തമാണ് നമുക്ക് പിന്നെ കാണാൻ കഴിഞ്ഞത്. അത് കഴിഞ്ഞ് അതിൻ്റെ ഒരു 1-2 മണിക്കൂർ കഴിയുമ്പോൾ കേരളത്തിൻ്റെ അയൽ സംസ്ഥാന പ്രദേശത്തിൻ്റെ അതിർത്തി പങ്കിടുന്ന മാംഗ്ലൂരിൽ നിന്ന് 5 അംഗ ആളുകൾ കടന്നു വരുന്നു, തോക്കെടുക്കുന്നു. ഒരാൾ തോക്കെടുത്തിട്ട് പുറത്തു നിൽക്കുന്നു, ബാക്കി 4 ആളുകൾ തോക്കേന്തിയിട്ട് ബാങ്ക് ജീവനക്കാരെ ഭീഷണിപ്പെടുത്തുന്നു. എന്നിട്ട് ബാങ്കിന്റെ ലോക്കറുകളെ ഒക്കെ തന്നെ അതിക്രമിച്ചിട്ട് അതിനകത്ത് നിന്ന് 11 കോടി രൂപയുടെ സ്വർണം അപഹരിക്കുന്നു, 5 ലക്ഷം രൂപ അപഹരിക്കുന്നു. അവർ തിരിച്ചു വരുന്നു. ഇങ്ങനെ ഒരു വൃത്താന്തം നമ്മളിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ രാജ്യം എങ്ങോട്ടാണ് പോകുന്നത് എന്നുള്ളതിൻ്റെ, അല്ലേ? അത് കഴിഞ്ഞ് അതേ ദിവസം തന്നെയാണ് തൃശ്ശൂർ ജില്ലയിലെ സർക്കാരിന്റെ കീഴിലുള്ള ചിൽഡ്രൻസ് ഹോമിൽ വെച്ചിട്ട് ഒരു 15-കാരനായ അനാഥ പയ്യൻ തൻ്റെ 2 വയസ്സ് മൂപ്പുള്ള അതേ അന്തേവാസികൾ താമസിക്കുന്ന ചിൽഡ്രൻസ് ഹോമിലെ 17-കാരനെ ഹാമർ എടുത്തിട്ട് തലക്കടിച്ചിട്ട് അവൻ്റെ മസ്തകം പിളർത്തി ദാരുണമാം രീതിയിൽ കൊലപ്പെടുത്തുന്നത്. ഈ കുട്ടി യാതൊരു അസ്വാഭാവികതയുമില്ലാതെ ഞാൻ തന്നെയാണ് കൊന്നത്, അത് അവൻ എന്നെ ആക്രമിച്ചതിനുള്ള അവനോടുള്ള അടങ്ങാത്ത പകയുടെ ബാക്കിപത്രമാണ് എന്ന് വളരെ ലാഘവത്വത്തോടുകൂടെ ആ കുട്ടി മറുപടി പറയാണ്. എൻ്റെ പ്രിയപ്പെട്ടത്, ഇന്നലെയാണ് ഗ്രീഷ്മയുമായി ബന്ധപ്പെട്ട വാർത്തകൾ മാധ്യമങ്ങളിൽ ഇടം പിടിക്കുന്നത്. നാളെ ഷാരോണിനെ കഷായത്തിൽ വിഷാംശം ചേർത്തിയിട്ട് കൊലപ്പെടുത്തിയ പ്രതിശ്രുത കാമുകിയായിരിക്കുന്ന ഗ്രീഷ്മക്കുള്ള അന്ത്യവിധി കോടതി വിധി പ്രസ്താവത്തിലൂടെ പ്രഖ്യാപിക്കാൻ പോവുക കൂടി ചെയ്യുകയാണ്. 24-കാരിയായി ഗ്രീഷ്മ ഇംഗ്ലീഷിൽ ബിരുദം നേടി, പിന്നെ ബിരുദാനന്തര ബിരുദം നേടി, അതിൽ ഡിസ്റ്റിങ്ഷൻ നേടിയ അഭ്യസ്തവിദ്യയായ ഒരു പെൺകുട്ടി തന്നെയാണ് എന്ന് മലയാളിക്ക് തർക്കലേശമന്യേ പറയാൻ സാധിക്കുന്ന ഒരു പച്ച പരമാർത്ഥം കൂടിയാണ്. അത് കഴിഞ്ഞ് ഇന്നലത്തെ കോടതി വിസ്തരിച്ച മറ്റൊരു കാര്യം, മണ്ണാർക്കാട്ടെ ഗ്രാൻഡ്മയായ വല്യമ്മയായ നബീസ എന്ന് പറയുന്ന ഒരു പാവപ്പെട്ട ഉമ്മാമ്മയെ റമദാനിന്റെ ചീരാകഞ്ഞിയുടെ കൂട്ടത്തിൽ വിഷം കലർത്തിയിട്ട് കൊലപ്പെടുത്തിയ ബഷീർ എന്ന് പറയുന്ന പേരമകനെയും ആ പേരമകന്റെ ഭാര്യയായ ഫസീലയെയും അവർക്ക് 2 പേർക്കും കോടതി ജീവപര്യന്തം വിധിച്ചിരിക്കുകയാണ്. ഇതൊക്കെ ഞാൻ പറയുമ്പോൾ ഇന്നലെ സന്ധ്യാനേരത്ത് നടന്ന ദാരുണ സംഭവത്തിന്റെ മുറിവ് ഉണങ്ങാതെയാണ് കേരള മനസ്സാക്ഷി ഇന്നത്തെ പുതിയ ഒരു സന്ധ്യാനേരത്തെ എതിരേറ്റിരിക്കുന്നത്. അതെന്താണ്? താമരശ്ശേരിയിലെ കൈതപ്പൊയിലിലെ 54 വയസ്സുള്ള സുബൈദ എന്ന് പറയുന്ന ക്യാൻസർ രോഗിയായ ട്യൂമർ വന്നിട്ട് അതിന്റെ ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് ശരീരം തളർന്നു കിടക്കുന്ന ഒരു ഉമ്മയുടെ ആണും പെണ്ണുമായ ഏക മകൻ, പൊന്നാരപുത്രനായ 24 വയസ്സുകാരനായ കഞ്ചാവിന്റെ അടിമയായ ആഷിഖ് അയൽപ്പക്കത്തെ വീട്ടിൽ പോയിട്ട് എനിക്ക് തേങ്ങ പൊളിക്കാനാണ് എന്ന വ്യാജം പറഞ്ഞിട്ട് വാങ്ങിക്കൊണ്ടുവന്ന മടവാളെടുത്തിട്ട് മാറി മാറി തരാതരം കുത്തുകുത്തിയിട്ട് കൊലപ്പെടുത്തിയ ദാരുണ സംഭവത്തിന്റെ ഞെട്ടലിലാണ് ഇന്ന് നമ്മൾ ഇങ്ങനെയുള്ള ഒരു പരിപാടിയിൽ സമ്മേളിച്ചിരിക്കുന്നത്. എൻ്റെ പ്രിയപ്പെട്ടവരെ, അവൻ ഇന്ന് കയ്യാമം വെച്ചിട്ട് പോലീസ് അവനെ കൊണ്ടുപോകുമ്പോൾ നിയമപാലകരുടെ മുഖത്ത് നോക്കി പറഞ്ഞ എന്താണ്? എനിക്ക് ജന്മം തന്നതിനുള്ള ശിക്ഷയാണ് ഞാൻ എൻ്റെ മാതാവിനെ വകവെച്ച് കൊടുത്തത് തിരിച്ചു കൊടുത്തത്. നോക്കൂ നിങ്ങൾ. അപ്പം മക്കളൊക്കെ എവിടെയാണ്, അല്ലേ? ഇതിന്റെ മുമ്പാണ് വന്ദനാദാസിനെ കൊന്ന സന്ദീപിന്റെ വാർത്ത കേരളം കേട്ടത്. കേരളം അവൻ ജയിലിലേക്ക് പോകുന്ന കാഴ്ച കണ്ടത്. വന്ദനാദാസ് MBBS കഴിഞ്ഞ് ഹൗസ് സർജൻസി ചെയ്യുന്ന ഒരു പെൺകുട്ടിയാണ്. അവളെ കൊലപ്പെടുത്തിയ സന്ദീപോ ഒരു ഗവൺമെന്റ് സ്കൂളിൽ അധ്യാപകനാണ്. ഒരു ഘട്ടത്തിൽ പ്രധാന അധ്യാപകന്റെ റോളെടുത്ത ഒരാൾ കൂടിയാണ്. നക്ഷത്രമോള്, 6 വയസ്സുള്ള നക്ഷത്രമോളെ കൊന്ന മഹേഷ് സ്വന്തം മകളുടെ ഘാതകനാണ്. സ്വന്തം മകളുടെ ഘാതകൻ ആ മകളുടെ തന്നെ പിതാവാണ്. നമ്മൾ ആലോചിച്ച് നോക്കുക, നമ്മുടെ നാട് എങ്ങോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത് എന്നതിനെ പറ്റി, അല്ലേ? അപ്പൊ എല്ലാം ദുരാചാരങ്ങളിലേക്കുള്ള വഴികാട്ടലുകളാണ്. പുതിയ മലയാളി സമൂഹത്തിൻ്റെയൊക്കെ നന്മയെ പ്രാപിക്കാൻ പാകപ്പെട്ടിരുന്ന മസ്തിഷ്കങ്ങളൊക്കെ തന്നെ ഈ ലഹരിയെ പ്രാപിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ അനന്തര ഫലങ്ങളാണ് ഞെട്ടലോടുകൂടെ നാൾക്ക് നാൾ നമ്മൾ കണ്ടും കേട്ടും ഉണർന്നുകൊണ്ടിരിക്കുന്നത്. ഇതിനെന്താണ് പരിഹാരം? ഈ ഒരു രംഗവേദിക്ക് എങ്ങനെയാണ് നമുക്ക് അന്ത്യം കുറിക്കാൻ സാധ്യമാവുക എന്നുള്ളത് കുലങ്കശമായി ആലോചിക്കേണ്ട ഒരു സമയമാണ്. നമ്മൾ 6-ാം നൂറ്റാണ്ടിൻ്റെ ഹതസ്ഥിത വിഭാഗങ്ങളായിരിക്കുന്ന കാട്ടറബികളുടെ ജീവിത പരിസരങ്ങളിലേക്ക് തിരിച്ചു പോകാൻ. പക്ഷേ അവിടെ നിന്ന് ഒരു ജനതയെ പരിശുദ്ധ പ്രവാചക തിരുമേനി സംസ്കൃത ചിത്തനാക്കി. എന്താ ഈ സംസ്കൃത ചിത്തൻ എന്ന പദപ്രയോഗത്തിൻ്റെ താല്പര്യം? ഒരു ആയുർവേദ ഷോപ്പിൽ പോയിട്ട് നമ്മൾ ഒരു കുപ്പി തേന് വാങ്ങുകയാണെങ്കിൽ
ആ തേനിന്റെ ബോട്ടിലിന്റെ മുകളിൽ സ്റ്റിക്കറിൽ എഴുതി പിടിപ്പിച്ചിട്ടുണ്ടാകും തനി മലയാളം ഭാഷയിൽ സംസ്കൃത മധു. മധു എന്ന് പറഞ്ഞാൽ തേനാണ്, ഇത് സംസ്കൃത മധുവാണ്. എന്താ ഈ സംസ്കൃതം എന്ന് പറഞ്ഞാൽ? അതൊരു ഭാഷയുടെ പേര് മാത്രമല്ല, സംസ്കരിക്കപ്പെട്ടതാണ്, അത് തസ്കിയത്ത് നടത്തപ്പെട്ടതാണ്. കൽബിനെ പറ്റി പറയും സംസ്കൃത ചിത്തൻ, നമ്മുടെ ഹൃദയം അല്ലേ. നമ്മൾ ഇന്ന് നടത്തേണ്ട ഏറ്റവും വലിയൊരു പ്രാർത്ഥനയല്ലേ അത്? اللهم آت أنفسنا تقواها وزكها أنت خير من زكاها أنت وليها ومولاها. അപ്പോൾ അവിടെ തഖ്വ വേണം. ആതി അൻഫുസന തഖ്വാഹ എന്ന് പറഞ്ഞു. പിന്നെ നമ്മൾ പറഞ്ഞ എന്താ? തഖ്വ കിട്ടുമ്പോൾ വസക്കിഹ, എൻ്റെ നഫ്സിനെ നീ സംസ്കരിക്കണേ. അപ്പൊ എൻ്റെ നഫ്സ് എന്തായി? സംസ്കൃത ഹൃദയമായി. ഞാൻ ആരായി? സംസ്കൃത ചിത്തത്തിന്റെ ഉടമയായി എന്നാണ്. അല്ലാഹു അത് ഖുർആനിലും പറയുന്നുണ്ട്. വശംസി വളുഹാഹ വൽഖമരി ഇദാ തലാഹ വന്നഹാരി ഇദാ ജല്ലാഹ വല്ലൈലി ഇദാ യഗ്ശാഹ വസ്സമാഇ വമാ ബനാഹ വൽഅർളി വമാ തഹാഹ. ഇങ്ങനെ ആകാശഗംഗയെ, സൗരങ്ങളെ, മണ്ണ്, ചന്ദ്രനെ, അതുപോലെ തന്നെ രാവിനെ, പകലിനെ, ഭൂമിയെ, ആകാശത്തെ ഒക്കെ അടയാളപ്പെടുത്തിയ റബ്ബ് പിന്നെ പറയുന്നത് വനഫ്സിം വമാ സവ്വാഹ. ആ നഫ്സിന് ഫഅൽഹമഹ ഫുജൂറഹ വതഖ്വാഹ. ആ നഫ്സിന് അതിന്റെ ഫുജൂർ, അതിന്റെ തിന്മ, അതിന്റെ തഖ്വ, അതിന്റെ നന്മ പഠിപ്പിച്ചു കൊടുത്തു. പിന്നെ അല്ലാഹു പറഞ്ഞെന്താ? ഖദ് അഫ്ലഹ മൻ സക്കാഹ വഖദ് ഖാബ മൻ ദസ്സാഹ. ഖദ് അഫ്ലഹ മൻ സക്കാഹ. ആ നഫ്സിനെ സംസ്കരിച്ചിരിക്കുന്നവൻ രക്ഷപ്പെട്ടിരിക്കുകയാണ്, അവൻ രണ്ടു ലോകത്തും വിജയിച്ചിരിക്കുകയാണ്. അതിനെ അതിന്റെ വഴികേടിലേക്ക് വിട്ടവൻ ഖദ് ഖാബ മൻ ദസ്സാഹ, അവൻ പരാജയപ്പെടുകയും ചെയ്തിരിക്കുകയാണ്. അപ്പൊ ഈ ഒരു ഖുർആനിന്റെ മഹൽ വചനങ്ങളിൽ നിന്നാണ് ഈ ഒരു പ്രാർത്ഥന തന്നെ ഉത്ഭൂതമായത് എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. അപ്പൊ കവനചാരുതയുടെ, ചാതുരിയുടെ ഒരു യുഗം അറേബ്യൻ മണലാരണ്യത്തിൽ കടന്നുപോയിട്ടുണ്ട്. ലൈലയെ അടയാളപ്പെടുത്തിയിട്ട് കവിത ചൊല്ലി എത്ര ആളുകളുണ്ടായിരുന്നു അല്ലേ? അന്ന് അവരുടെ വിഷയം അവർ പ്രതീകവൽക്കരിച്ചത് ലൈലയെയാണ്. ആ കവിതയുടെ ഭംഗി എത്രയായിരുന്നു! ഉഖാദ് ചന്തയിൽ കച്ചവടത്തിന് വേണ്ടി ആളുകൾ വരുമ്പോൾ, അപ്പൊ നമ്മളിങ്ങനെ ആലോചിച്ച് നോക്കുക, പുത്തമ്പള്ളിയിൽ ചന്ത നടക്കുക, പൊന്നാനിയിൽ ചന്ത നടക്കുക, വെളിയങ്കോട് ചന്ത നടക്കുക, ചാവക്കാട് ചന്ത നടക്കുക, അഞ്ചങ്ങാടിയിൽ ചന്ത നടക്കുക. ഈ സ്ഥലങ്ങളിലേക്കൊക്കെ തന്നെ ആഴ്ചയിൽ നിശ്ചയിക്കപ്പെട്ട ഒരു ദിവസം ചന്തക്ക് വേണ്ടി പോകുമ്പോൾ ആ ചന്തയുടെ പരിസരങ്ങളിൽ ഒരു കവി സാമ്രാട്ടുകളുടെ, കവി ശ്രേഷ്ഠന്മാരുടെ കവി അരങ്ങുണ്ടായിരുന്നു. അപ്പൊ ഏതായിരുന്നു ആ ജനത അല്ലേ? എന്നിട്ട് അവിടെ ആലോചനാമൃതങ്ങൾ കൊടുക്കുകയാണ്, ഭാവനാ സ്മൃതികൾ കൊടുക്കുകയാണ് ജനങ്ങളുടെ ഹൃദയങ്ങളിലേക്ക്. അങ്ങനെ ഒരു കാവ്യ ലോകത്തിന്റെ ഒരു പ്രപഞ്ചത്തെ ക്രിയേറ്റ് ചെയ്തിരുന്നു കാട്ടറബികളുടെ ഒരു ജീവിത പരിസരം. അവർ ലൈലയെ പറ്റി പാടുന്നു, ലൈല ജീവിച്ചുപോയ കുറ്റിച്ചുമരിനെ പറ്റി പാടുന്നു, ലൈലാന്റെ വീടിനെ പറ്റി പാടുന്നു, ലൈല ഉപയോഗിച്ച അറാഖിനെ പറ്റി പാടുന്നു, ലൈല ഉടുത്ത വസ്ത്രത്തെ പറ്റി പാടുന്നു, ലൈലയുടെ കാർക്കൂന്തലിനെ പറ്റി പാടുന്നു. പിന്നെ അതിൻ്റെ ആ ഒരു ഉംറുൽ ഖൈസിന്റെ ഒക്കെ കാവ്യ പരിസരത്തെയാണ് ചെങ്ങമ്പുഴയൊക്കെ മലയാളിക്ക് അടയാളപ്പെടുത്തി തന്നത്. കനകച്ചി ലങ്കാക്കി ലുങ്ങി കി ലുങ്ങി, കാഞ്ചന കാഞ്ചി കുലുങ്ങി കുലുങ്ങി, കടമീഴി കോണുകളിൽ സ്വപ്നം മയങ്ങി, കതിരൂതിർ പൂപ്പുഞ്ചിരി ചെഞ്ചുണ്ടിൽ തങ്ങി, ഒഴുകുമൂടയാടയിൽ ഒളിയലകൾ ചിന്നി, അഴകൊരുടലാർന്ന പോലെങ്ങനെ മിന്നി, മതിമോഹന ശുഭനർത്തനമാടുന്ന ഈ മഹിതേ, മമ മുന്നിൽ നിന്നോ നീ മലയാള കവിതേ. ഒരു പകുതി പ്രജ്ഞയിൽ നിഴലും നിലാവും, മറുപകുതി പ്രജ്ഞയിൽ കരിപൂശിയ വാവും, ഇടചേർന്നിടയിൽ പുളുപുളങ്ങൾ ചൂടി, ചുടുനടുവീർപ്പുകൾക്കിടയിലും കൂടി, അതിധന്യകളുടു കന്യകൾ മണിവീണകൾ മീട്ടി, അപ്സരാരമണികൾ കൈമണികൾ കൊട്ടി, വൃന്ദാവന മുരളീരവ പശ്ചാത്തലമൊന്നിൽ സ്പന്ദിക്കോ മാ മധുര സ്വരവീചികൾ തന്നിൽ എന്ന് പറഞ്ഞിട്ട് ചെങ്ങമ്പുഴ കവിത പാടിയുണ്ട്. ആ കവിത ഇങ്ങനെ വായിച്ച മലയാളി തെറ്റിദ്ധരിച്ചു ഉംറുൽ ഖൈസ് പാടിയ ലൈലയെ പറ്റി പോലെ ചെങ്ങമ്പുഴയുടെ കാമിനിയെ പറ്റി പാടുകയാണ്. അല്ല, അത് കവിതയെ പറ്റിയായിരുന്നു. കാവ്യ നർത്തകി എന്നാണ് ആ കവിതക്ക് ചെങ്ങമ്പുഴ പേര് കൊടുത്തിരിക്കുന്നത്. കാവ്യ നർത്തകി എന്ന് പറഞ്ഞാൽ എന്താണ്? എൻ്റെ ഉപമാന്യനായ തങ്ങളെ പറഞ്ഞു,
എൻ്റെ കവിതയാണ് എൻ്റെ മുമ്പിൽ വന്ന് നൃത്തം ചെയ്യുന്നത്. അതാണ് കാവ്യ നർത്തകി എന്ന് പറയുന്ന കവിതയ്ക്ക് പേര് കൊടുത്തത് തന്നെ അങ്ങനെയാണ്. എൻ്റെ കവിത എൻ്റെ മുമ്പിൽ വന്ന് നൃത്തം ചെയ്യാൻ. അപ്പോൾ കവിതയെ ഒരു കാമിനിയെ പോലെ പ്രതിഷ്ഠിച്ചിട്ടാണ് അദ്ദേഹം കവിത പാടിയത്. അങ്ങനെ പുരാതന അറേബ്യൻ പാരമ്പര്യങ്ങളുടെ കവി തിലകന്മാരുടെ, കവി ശ്രേഷ്ഠന്മാരുടെ ഭാഷാ മികവിനെ അതുപോലെ പ്രയോഗിക്കാൻ മലയാളികൾ മുന്നോട്ട് വരായിരുന്നു. المؤمنين رحيما صلوا عليه وسلموا تسليما